ഡിയർ ചിൽഡ്രൻ, ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പ്രൈസിംഗ് എന്നും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഏതൊരു ഉൽപ്പന്നം വാങ്ങുമ്പോഴും അതിന് പണം നൽകേണ്ടതുണ്ട്. ഒരു ഉൽപ്പന്നം ലഭിക്കാനായി ഒരു ഉപഭോക്താവ് മുടക്കേണ്ടി വരുന്ന തുകയാണ് വില എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ വില തീരുമാനിക്കുന്ന പ്രക്രിയയാണ് വിലയിടൽ അഥവാ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു വിമാനയാത്രയ്ക്കായിട്ട് വിമാന കമ്പനികൾക്ക് നൽകുന്ന പണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ലഭിക്കുന്നതിനായിട്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് നൽകുന്ന പ്രീമിയം, അതുപോലെ ഡോക്ടേഴ്സിന് നൽകുന്ന ഫീസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റിന് നൽകുന്ന ഫീസ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രൈസിംഗിന് ഉദാഹരണങ്ങളാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യകത തീരുമാനിക്കുന്നത് ആ ഉൽപ്പന്നത്തിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മാർക്കറ്റർക്ക് ഒരു ഉൽപ്പന്നത്തിന്റെ വിലയെ നിശ്ചയിക്കാൻ വിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആദ്യം ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പ്രൈസിംഗ്. Price of a product is the amount of money paid by the buyer in consideration of purchase of a product or service. ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ പകരമായി വാങ്ങുന്നയാൾ വിൽക്കുന്നയാൾക്ക് നൽകുന്ന പണത്തെ ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറയുന്നു. Is the amount of money paid by the buyer. വാങ്ങുന്നയാള് വിൽക്കുന്നയാൾക്ക് ആ ഉൽപ്പന്നം വാങ്ങുന്നതിന് അല്ലെങ്കിൽ സേവനം ലഭിച്ചതിനോ ഉള്ള കൺസിഡറേഷൻ ആയിട്ട് തിരികെ കൊടുക്കുന്ന എമൗണ്ടിനാണ് എന്തെന്ന് പറയുന്നത്? ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറയുന്നത്. പ്രൈസിംഗ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡിറ്റർമൈനിങ് പ്രോഡക്റ്റ് വാല്യൂ ഇൻ ടേംസ് ഓഫ് മണി ബിഫോർ ഇറ്റ് ഈസ് ഓഫേർഡ് ടു കൺസ്യൂമേഴ്സ് ഫോർ സെയിൽ. ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് വിൽപ്പനയ്ക്ക് വെക്കുന്നതിന് മുൻപ് അതിന്റെ മൂല്യം പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. എ ഗുഡ് പ്രൈസിംഗ് പോളിസി enables a firm to achieve maximum sales revenue. നല്ല രീതിയിലുള്ള വിലയിടൽ നയം ഒരു സ്ഥാപനത്തിന് പരമാവധി വിൽപ്പന നേടാനായിട്ട് സഹായിക്കുന്നു. നല്ലൊരു പ്രൈസിംഗ് പോളിസി ഡിറ്റർമൈൻ ചെയ്യേണ്ടതുണ്ട്, നല്ല രീതിയിൽ മാക്സിമം സെയിൽസ് റവന്യൂ ഏൺ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് പ്രൈസിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കേണ്ടത്. ഇനി നമുക്ക് പാഠഭാഗത്തൊന്ന് നോക്കാം. പ്രൈസിങ്ങിന്റെ മീനിങ് ഇത് മാർക്ക് ചെയ്യുക. പ്രൈസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് മണി പെയ്ഡ് ബൈ എ ബയർ ഇൻ കൺസിഡറേഷൻ ഓഫ് ദി പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു ഉൽപ്പന്നമോ സേവനമോ ലഭിക്കുന്നതിന് പകരമായി അത് വാങ്ങുന്നയാൾ നൽകുന്ന പണമാണ് അതിന്റെ വില എന്ന് പ്രൈസിങ്ങിനെ നിർവചിച്ചിരിക്കുന്നത്. ഇനി പ്രൈസിംഗ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എ റെഗുലേറ്റർ ഓഫ് ദി ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ്. ഇവിടെ ഇനി ഉള്ള ഇതിൽ പറയുന്നത്, ഇവിടെ ഒരു ചെറിയ സൈഡ് ഹെഡിങ് കൊടുക്കുക. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സൈഡ് ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഇവിടെ ചെറിയതായിട്ട് ഒന്നൊന്ന് റൗണ്ട് ചെയ്യുക. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് പറയുന്നത്, പ്രൈസിംഗ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എ റെഗുലേറ്റർ ഓഫ് ദി ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിനെ നിയന്ത്രിക്കുന്ന ഒരു ഉപാധിയായിട്ട് വർക്ക് ചെയ്യുന്നു. റെഗുലേറ്റർ ഓഫ് ദി ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിനെ നിയന്ത്രിക്കുന്ന ഘടകമാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം പറഞ്ഞു നോക്കിയേ. ജനറലി ഇഫ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഇൻക്രീസ് ഇസ് ഡിമാൻഡ് കംസ് ഡൗൺ ആൻഡ് വൈസ് വേഴ്സ. നമുക്കറിയാം, ഒരു ഉൽപ്പന്നത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അല്ലെ? അതുപോലെ നേരെ തിരിച്ചും, അതായത് വില കുറയുകയാണ് എങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യുകയും ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. എന്തായിട്ട് കണക്കാക്കുന്നു? റെഗുലേറ്റർ ഓഫ് ദി ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്, പ്രൈസിംഗ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇഫക്റ്റീവ് കോമ്പറ്റീറ്റീവ് വെപ്പൺ. വിപണി മത്സരത്തിലെ ഒരു പ്രധാന ആയുധമായിട്ട് ഈ പ്രൈസിങ്ങിനെ കണക്കാക്കാം. എന്താണ്? വിപണി മത്സരത്തിലെ പ്രൈസിംഗ് ഈസ് കൺസിഡേർഡ്
ടു ബി ആൻ ഇഫക്റ്റീവ് കോമ്പറ്റേറ്റീവ് വെപ്പൺ അല്ലെ, വിപണി മത്സരത്തിലെ ഒരു പ്രധാന ആയുധമായിട്ടും ഈ പ്രൈസിങ്ങിനെ കണക്കാക്കാവുന്നതാണ്. അതായത് വ്യക്തമായ മത്സരാധിഷ്ഠിത വിപണിയിൽ മിക്ക ഉൽപാദകരും വില എന്ന ഈ ഒരു ഘടകം അടിസ്ഥാനമാക്കിയാണ് മത്സരിക്കാറുള്ളത്. കോമ്പറ്റീറ്ററുമായിട്ട് മത്സരിക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യും, വില കുറയ്ക്കും അല്ലെ. അപ്പൊ അങ്ങനെ വിപണി മത്സരത്തിൽ ഒരു പ്രധാന ആയുധമായിട്ട് നമുക്ക് ഈ പ്രൈസിങ്ങിനെ കണക്കാക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾസോ ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ അഫക്റ്റിംഗ് ദ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് സ്ഥാപനത്തിന്റെ വരുമാനത്തെയും ലാഭത്തെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏക ഘടകം കൂടിയാണ് ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇതിനെ ആശ്രയിച്ചാണ് സ്ഥാപനത്തിന്റെ വരുമാനവും ലാഭവും ഉണ്ടാകുന്നത്. Thus, most marketing firms give high importance to the fixation of price for their products and service. എല്ലാ വിപണന സ്ഥാപനങ്ങളും അവയുടെ വിലകൾ നിശ്ചയിക്കുന്നതിൽ അതിയായ പ്രാധാന്യം നൽകാറുണ്ട്. കാരണം പ്രൈസിംഗ് ആണ് അവരുടെ റവന്യൂവിനെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംഗിൾ മോസ്റ്റ് ഫാക്ടർ, ഏക ഘടകം എന്ന് പറയുന്നത്. ഇത്രയും ഈ 3 പോയിന്റുകൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസിംഗ് എന്ന സബ് ഹെഡിങ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ ആണ്. നമുക്ക് സ്ലൈഡിൽ നോക്കിയിട്ട് വരാം. ഫസ്റ്റ്, പ്രോഡക്റ്റ് കോസ്റ്റ്, അതായത് എന്താണ്, ഉൽപ്പന്നത്തിനുള്ള ചെലവ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഈ പ്രോഡക്റ്റ് കോസ്റ്റിൽ എന്തൊക്കെ വരും? അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വരുന്ന കോസ്റ്റ് അല്ലെ, പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, വിതരണത്തിന് സെല്ലിങ്ങിനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഉണ്ടാകുന്ന കോസ്റ്റ്, ഇതെല്ലാം പ്രോഡക്റ്റ് കോസ്റ്റിൽ പെടുന്നുണ്ട്. While fixing prices for the products or service, a margin of profit over the cost should be considered. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുമ്പോൾ കൃത്യം കോസ്റ്റ് മാത്രം ഇട്ടാൽ പോരല്ലോ, പ്രോഫിറ്റ് മാർജിൻ ഓഫ് പ്രോഫിറ്റും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ബിസിനസ് ചെയ്യുന്ന എന്തിനാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ കോസ്റ്റിൽ മാത്രമായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഒരു നിശ്ചിത മാർജിൻ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് വേണം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, എലമെന്റ്സ് ഓഫ് പ്രോഡക്റ്റ് കോസ്റ്റ്. പ്രോഡക്റ്റ് കോസ്റ്റിന്റെ എലമെന്റ്സ് ആണ് ഇനി പറയുന്നത്. അത് തന്നെ ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡസ് നോട്ട് വേരി വിത്ത് ദ വോളിയം ഓഫ് പ്രൊഡക്ഷന്. എന്ന് വെച്ചാൽ എന്താ, പ്രൊഡക്ഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യാത്ത കോസ്റ്റിനാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉണ്ടോ, ഇവിടെ എത്രമാത്രം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താലും ക്വാണ്ടിറ്റി 1000 ആണെങ്കിലും 2000 ആണെങ്കിലും 3000 ആണെങ്കിലും 5000 ആണെങ്കിലും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നില്ല. അത് എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മള് ഫാക്ടറി റെന്റിന് എടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റെന്റ്, അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, ഇൻഷുറൻസ്, ഇതിനകത്തൊന്നും വേരിയേഷൻസ് വരാനില്ല. അപ്പൊ ഇത്തരം കോസ്റ്റിനാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാലോ അതിൽ വേരിയേഷൻസ് വരാം അല്ലെ. കോസ്റ്റ് വിച്ച് വേരി ബേസ്ഡ് ഓൺ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് കോസ്റ്റും എന്ത് ചെയ്യപ്പെടും? ഇൻക്രീസ് ചെയ്യും. അത്തരത്തിലുള്ള കോസ്റ്റിനാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ കണ്ട 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴുള്ള വേരിയബിൾ കോസ്റ്റ് ഇതാ ഇത്രേ ഉള്ളൂ, അതായത് ഏകദേശം 20. ഇനി അതിനെ മാറി 4000 അല്ലെങ്കിൽ 5000 യൂണിറ്റ് ആയപ്പോഴത്തേക്കിനും അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 40 ആയിട്ടുണ്ട്. അപ്പം വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിനാണ് ആ കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം റോ മെറ്റീരിയൽസ്, നമ്മള് പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യില്ലേ, അപ്പൊ ആ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. അതുപോലെ ലേബർ കോസ്റ്റ്, ലേബേഴ്സിന് കൂടുതൽ സാലറി വേജസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പവർ, ഇതെല്ലാം കൂടുതലായിട്ട് വരും. അപ്പൊ ഇത്തരം കോസ്റ്റുകൾക്കാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് വേരി ചെയ്യുന്ന കോസ്റ്റിനാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് വിച്ച് വേരി വിത്ത് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ബട്ട് നോട്ട് ഇൻ ഡയറക്ട് പ്രൊപ്പോർഷൻ. ലെവൽ ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് വേരി ചെയ്യുന്നുണ്ട്, പക്ഷെ നേരിട്ട് ഡയറക്ട് പ്രൊപ്പോർഷനിലായിരിക്കില്ല വേരി ചെയ്യുന്നത്. അതായത് വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുന്നത് പോലെ അത്രയും ഡയറക്ട് പ്രൊപ്പോർഷൻ ഉണ്ടാവില്ല, എന്നാൽ വേരി ചെയ്യുന്നുണ്ട്. അതിനാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കമ്മീഷൻ ടു എ സെയിൽസ്മാൻ ബിയോണ്ട് എ പർട്ടിക്കുലർ ലെവൽ. അതായത് ഒരു പർട്ടിക്കുലർ ലെവലിൽ കൂടുതൽ വിൽപ്പന നടത്തുന്ന സെയിൽസ്മാന്
കൂടുതൽ കമ്മീഷൻ ഓഫർ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കോസ്റ്റ് ആണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. കണ്ടോ, ഫസ്റ്റ് പ്രോഡക്റ്റ് കോസ്റ്റ്, ഉൽപ്പന്നത്തിന്റെ ചെലവ്. One of the most important factor affecting price of a product or service is its cost. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ സേവനത്തിന്റെയോ വിലയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിന്റെ ചെലവ് എന്ന് പറയുന്നത്. This includes the cost of producing, distributing and selling the product. ഇതില് ഉൽപാദനം, വിതരണം, വിൽപ്പന എന്നിവയ്ക്കുള്ള ചെലവുകൾ ഉൾപ്പെടുന്നു. The cost sets the minimum level or the floor price at which the product may be sold. ഈ ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ വില അല്ലെങ്കിൽ തറവില നിശ്ചയിക്കുന്നത്. മിനിമം ലെവൽ അല്ലെങ്കിൽ ഫ്ലോർ പ്രൈസ് എന്ന് പറയില്ലേ, അപ്പൊ അത് എന്ത് കവർ ചെയ്യണം? ഈ പ്രോഡക്റ്റ് കോസ്റ്റ് കവർ ചെയ്യണം. അത് നിശ്ചയിക്കുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ പ്രോഡക്റ്റിന്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ മിനിമം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഇൻ അഡീഷൻ ദേ എയിം അറ്റ് ഏണിംഗ് മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഓവർ ആൻഡ് അബവ് കോസ്റ്റ്. അപ്പൊ കൃത്യം കോസ്റ്റ് മാത്രം പറഞ്ഞാൽ പോരാ, മുമ്പേ ഞാൻ പറഞ്ഞു, അത് കൂടാതെ എന്തും കൂടി വേണം? ചെലവുകൾക്ക് പുറമെ നിശ്ചിത ലാഭവും അവര് ലക്ഷ്യമിടണം അല്ലെ. എന്നാലല്ലേ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ലാഭം നേടാനുള്ളല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നിശ്ചിത എമൗണ്ട് മാർജിനും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി there are broadly 3 types of costs. പ്രധാനമായി 3 ടൈപ്പ് കോസ്റ്റ് ആണുള്ളത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം സ്ഥിരം ചെലവുകള്. വേരിയബിൾ കോസ്റ്റ് മീൻസ് ചലനാങ്ക ചെലവുകള്. സെമി വേരിയബിൾ കോസ്റ്റ് മീൻസ് അർദ്ധ ചലനാങ്ക ചെലവുകൾ. ഇങ്ങനെ 3 തരം കോസ്റ്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സ്ഥിരം ചിലവുകൾ. ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് which do not vary with the level of activity of a firm, say with the volume of production or sales. ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന വ്യാപ്തിക്ക് അനുസരിച്ച് മാറ്റം വരാത്ത ചെലവുകൾക്കാണ് ഫിക്സഡ് കോസ്റ്റ് അഥവാ സ്ഥിരം ചിലവുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പൊ കെട്ടിടത്തിന് മുമ്പേ പറഞ്ഞു, കെട്ടിടത്തിന് കൊടുക്കുന്ന വാടക, സെയിൽസ് മാനേജറുടെ ശമ്പളം തുടങ്ങിയ എത്ര ഉൽപ്പന്നം വിറ്റാലും അത് മാറ്റം വരുന്നില്ല, അത് ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ അത്തരം കോസ്റ്റിനാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് those costs which vary in direct proportion with the level of activity are called variable cost. ഇപ്പൊ ഇതിന്റെ സൈഡിൽ ഒരു വേരിയബിൾ കോസ്റ്റ് എന്ന് ചെറിയ ഹെഡിങ് കൊടുക്കുക കേട്ടോ. ആദ്യത്തേന് ഫിക്സഡ് കോസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പൊ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനാങ്ക ചെലവുകൾ എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ പ്രവർത്തന വ്യാപ്തിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ചെലവുകളാണ് ഈ വേരിയബിൾ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണമായിട്ട് നമ്മുടെ അസംസ്കൃത വസ്തുക്കളുടെ ചെലവുകള്, തൊഴിലാളികളുടെ വേതനം, നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി, എനർജി തുടങ്ങിയ ചെലവുകൾ ഉൽപ്പന്നങ്ങളുടെ എണ്ണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കസേര നിർമ്മിക്കാനായിട്ട് 500 രൂപയുടെ മരത്തടി ആവശ്യമാണെങ്കിൽ അത്തരം 10 കസേര നിർമ്മിക്കണമെങ്കിൽ നമുക്ക് 5000 രൂപയുടെ മരത്തടി വേണ്ടി വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു കസേരയും നിർമ്മിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു തടിയുടെ ആവശ്യമുണ്ടോ? ഒരു തടിയുടെ ആവശ്യവുമില്ല. അപ്പൊ അത്തരത്തിലുള്ള കോസ്റ്റിനാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോസ്റ്റ് എന്ന് പറയുന്നത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ സൈഡ് ഹെഡിങ് കൊടുക്കുക സെമി വേരിയബിൾ കോസ്റ്റ് എന്ന്. അതായത് അർദ്ധ ചലനാങ്ക ചെലവുകൾ എന്നാണ് അതിന്റെ മലയാളം. പ്രവർത്തന തോത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ നേരിട്ടുള്ള അനുപാതത്തിൽ മാറ്റം വരാത്തതുമായ ചെലവുകളാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു വിൽപ്പനക്കാരനുള്ള പ്രതിഫലത്തില് ഒരു നിശ്ചിത സംഖ്യ, ഒരു പക്ഷേ 10,000 രൂപ സ്ഥിരമായിട്ടുള്ള ശമ്പളവും വിൽപ്പനയുടെ 5% കമ്മീഷനും ഉണ്ടെന്ന് കരുതുക. അപ്പൊ വിൽപ്പന വർദ്ധിക്കും തോറും ആകെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിൽപ്പനയിൽ ഉണ്ടാകുന്ന വർധനവുമായി നേരിട്ടുള്ള അനുപാതത്തിലായിരിക്കില്ല പ്രതിഫലത്തിൽ ഉണ്ടാകുന്ന വർധന എന്ന് മാത്രം. അപ്പൊ ഇത്തരത്തിലുള്ള കോസ്റ്റിനാണ് എന്തെന്ന് പറയുന്നത്? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ the total costs are the sum total of the fixed, variable and semi-variable cost for the specific level of activity, say volume of sales or quantity produced. ഒരു നിശ്ചിത പ്രവർത്തന നിലവാരത്തില് ഉണ്ടാകുന്ന
ഇത്തരത്തിലുള്ള ഫിക്സഡ് ആയിട്ടുള്ളതും വേരിയബിൾ ആയിട്ടുള്ളതും സെമി വേരിയബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കോസ്റ്റുകളുടെ ആകെ തുകയാണ് ആകെ ചെലവ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് സം ടോട്ടൽ ഓഫ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് സെമി വേരിയബിൾ കോസ്റ്റ്, ഇതിന്റെ ആകെ തുകയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് ആണ്. അതായത് ഉൽപ്പന്നത്തിന്റെ ഉപയുക്തതയും ഡിമാൻഡും. പ്രൈസിംഗ് ഈസ് അഫക്റ്റഡ് ബൈ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലെ. അതായത് ഇൻ കേസ് ഓഫ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എ ഫേം ക്യാൻ ഫിക്സ് എ ഹയർ പ്രൈസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അതായത് നമ്മുടെ പ്രൈസിനനുസരിച്ച് ഡിമാൻഡിൽ വേരിയേഷൻ വരാത്ത ഒരു പ്രോഡക്റ്റ് ആണ് എങ്കിൽ നമുക്ക് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആണ് എങ്കിൽ വില നമ്മൾ കൂട്ടിയിട്ടെന്നാല് ഡിമാൻഡ് കുറയും, വില കുറച്ചെന്നാല് ഡിമാൻഡ് കൂടും. അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. While the product cost set the lower limits of the price, the utility provided by the product and the intensity of demand of the buyer sets the upper limit of the price, which a buyer would be prepared to pay. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ ചെലവ് അതിന്റെ കുറഞ്ഞ വിലയെ സ്വാധീനിക്കുമ്പോൾ അതിന്റെ ഉപയുക്തതയും ഉപഭോക്താവിന്റെ ചോദനത്തിലുള്ള തീവ്രതയും ഉൽപ്പന്നത്തിനായി ഉപഭോക്താവ് നൽകാൻ തയ്യാറുള്ള പണവും ഉയർന്ന വിലയെ സ്വാധീനിക്കുന്നു. മനസ്സിലായോ? അതായത് പ്രോഡക്റ്റ് കോസ്റ്റ് സെറ്റ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ പ്രൈസ്. മുമ്പേ പറഞ്ഞ ഒരു ഉൽപ്പന്നത്തിന്റെ ഫ്ലോർ പ്രൈസ് അല്ലെങ്കിൽ മിനിമം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? പ്രോഡക്റ്റ് കോസ്റ്റ് ആണ്. ദ യൂട്ടിലിറ്റി പ്രൊവൈഡഡ് ബൈ ദി പ്രോഡക്റ്റ് ആൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ദി ബയർ ഇസ് സെറ്റ്സ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പൊ ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് ഈ കോസ്റ്റ് ആണ് എങ്കിൽ, പ്രോഡക്റ്റ് കോസ്റ്റ് ആണ് എങ്കിൽ അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ആ ഉൽപ്പന്നത്തിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി പ്രൊവൈഡഡ് ബൈ ദി പ്രോഡക്റ്റും ഇന്റൻസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിന്റെ തീവ്രതയുമാണ് ആ ഉൽപ്പന്നത്തിന്റെ അപ്പർ ലിമിറ്റ് പ്രൈസ്, അതായത് വില കൂടിയ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. വിച്ച് എ ബയർ വുഡ് ബി പ്രിപ്പയർഡ് ടു പേ. അതായത് ഒരു ബയറും നൽകാൻ സാധ്യതയുള്ള അപ്പർ ലിമിറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആ ഉൽപ്പന്നത്തിന്റെ യൂട്ടിലിറ്റിയും ഇന്റൻസിറ്റി ഓഫ് ഡിമാൻഡുമാണ്. ക്ലിയർ? നെക്സ്റ്റ്, എക്സ്റ്റെന്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. സ്ലൈഡിൽ നോക്കിയിട്ട് വരാം. If there is no competition in the market, a firm can fix the price for its products by its own and they are the price makers. നോക്കിക്കേ, ഒരു മാർക്കറ്റില് കോമ്പറ്റീഷൻ ഇല്ല എങ്കിൽ ഫേമിന് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്യാം അല്ലെ. അവരാണ് അതിന്റെ പ്രൈസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ആരും കോമ്പറ്റീറ്റേഴ്സ് ആരും അല്ല എങ്കിൽ അവര് തീരുമാനിക്കുന്ന ഫിക്സ് അവരാണ് വില ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ they are the price makers. If competition is very high in the market, price should be fixed by considering the price of competitors and they became the price takers. എന്നാൽ നല്ല സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് ആണ് എങ്കിൽ അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ കോമ്പറ്റീറ്ററുടെ പ്രൈസും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരാരായി മാറും? പ്രൈസ് ടേക്കേഴ്സ്. കോമ്പറ്റീറ്ററുടെ പ്രൈസും കൂടി നോക്കി അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വിലയിടുകയുള്ളൂ. അപ്പോഴത് അവര് പ്രൈസ് ടേക്കേഴ്സ് ആയി മാറും. അപ്പൊ നോ കോമ്പറ്റീഷൻ ആണെങ്കിൽ ആ മാർക്കറ്റില് അവരിടുന്ന പ്രൈസ് ആണ്. അപ്പൊ അവര് പ്രൈസ് മേക്കേഴ്സും. ഇന്റൻസ് കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് ആണ് എങ്കിൽ നമ്മളൊരു ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുമ്പോൾ നമ്മൾ അവരുടെ വിലയും കൂടെ നോക്കി ആണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ആരാകും? പ്രൈസ് ടേക്കേഴ്സും ആകും. നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. എക്സ്റ്റെന്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്, അതായത് വിപണിയിൽ ഉണ്ടാകാവുന്ന മത്സരം. The price will tend to reach the upper limit in case there is lesser degree of competition, while under conditions of free competition, the price will tend to be set at the lowest level. അതായത് കുറഞ്ഞ തോതിലുള്ള മത്സരം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഉയർന്ന വിലയും സ്വതന്ത്രമായ മത്സരം നിലവിലുള്ള വിപണിയിൽ കുറഞ്ഞ വിലയും നിശ്ചയിക്കേണ്ടി വരും. കണ്ടോ? അതായത് ലെസർ ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ആണെങ്കിൽ, കോമ്പറ്റീഷൻ കുറവാണ് എങ്കിൽ ഏതായിരിക്കും നല്ലത്?
അവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് പ്രൈസ്, കൂടിയ പ്രൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. നേരെ മറിച്ച് ഒരുപാട് കോമ്പറ്റീഷൻ, ഫ്രീ കോമ്പറ്റീഷൻ ഉള്ള മാർക്കറ്റ് ആണ് എങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഉചിതം? ലോവസ്റ്റ് പ്രൈസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ക്ലിയർ? Competitors' price and their anticipated reactions must be considered before fixing the price of a product. Not only the price, but the quality and the features of the competitive products must be examined carefully before fixing price. മത്സര എതിരാളികളുടെ വിലയും അവർ നമ്മുടെ വിലയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിക്കുന്നതിൽ പരിഗണിക്കേണ്ടതുണ്ട്. വില മാത്രമല്ല, മത്സര ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകളും ഗുണനിലവാരവും സൂക്ഷ്മമായി വിലയിരുത്തി വേണം വിലകൾ നിശ്ചയിക്കേണ്ടത്. ക്ലിയർ? കോമ്പറ്റീറ്റേഴ്സ് പ്രൈസസ് ആൻഡ് their anticipated reactions must be considered. പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? കോമ്പറ്റീറ്ററുടെ പ്രൈസും അവരുടെ റിയാക്ഷൻസും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ. ഇനി പ്രൈസ് മാത്രം കോമ്പറ്റീറ്ററുടെ പ്രൈസ് മാത്രം നോക്കിയാൽ പോരാ, കൂടെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ഇല്ലേ, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ദി അവരുടെ, നമ്മുടെ മാത്രമല്ല അവരുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും അവരുടെ ഉൽപ്പന്നത്തിന്റെ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ. അപ്പം കോമ്പറ്റീറ്ററുടെ ഉൽപ്പന്നത്തിന്റെ വിലയും അതോടൊപ്പം അവരുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും ഫീച്ചേഴ്സും കൂടി നമ്മൾ അനാലിസിസ് നടത്തണം നമ്മുടെ ഉൽപ്പന്നത്തിന്റെ പ്രൈസ് തീരുമാനിക്കുമ്പോൾ. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, ഗവൺമെന്റ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്. നിയമപരമായതും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള നിയന്ത്രണങ്ങൾ. The price of certain products are regulated by government. ചില ഉൽപ്പന്നങ്ങളുടെ വില ഗവൺമെന്റ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. ഉദാഹരണമായിട്ട് സിമെന്റ്, ഷുഗർ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയൊക്കെ ഗവൺമെന്റ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. പാഠഭാഗത്തേക്ക് പോകാം. In order to protect the interest of public against unfair practices in the field of price fixing, government can intervene and regulate the price of commodities. Government can declare a product as essential product and regulate its price. അതായത് പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും വിലകൾ നിശ്ചയിക്കുന്നതിലെ അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ നിയന്ത്രിക്കുന്നതിനുമായി സർക്കാർ വില നിർണ്ണയത്തിൽ ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യാറുണ്ട്. സർക്കാരിന് ഏതെങ്കിലും വസ്തുക്കൾ അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആയിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ വില നിർണ്ണയത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുവാനുള്ള അധികാരമുണ്ട്. എന്റെ അതൊരു ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്, മരുന്ന് കമ്പനിയുടെ ഒക്കെ കേട്ടോ, പറയണോ? അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മരുന്ന് നിർമ്മാണത്തില് കുത്തകയുള്ള സ്ഥാപനത്തിന് 10 ഗുളികൾ നിർമ്മിക്കുന്നതിന് 20 രൂപ ചെലവുണ്ടെന്ന് കരുതുക. അതിന് ഉപഭോക്താവ് എന്ത് വിലയും, ഉദാഹരണം 200 രൂപ നൽകാൻ തയ്യാറാണെന്നും കരുതുക. മത്സരമില്ലാത്തത് കൊണ്ട് നിർമ്മാതാവ് 200 രൂപ വില ഈടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുകയും വിലകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സർക്കാരിന് ഈ മരുന്ന് അവശ്യ വസ്തുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലെ വില നിർണ്ണയത്തിൽ ഇടപെടാൻ കഴിയും. അതായത് എസൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ ലിസ്റ്റിൽ ഗവൺമെന്റ് ആ മരുന്നിനെ ഉൾപ്പെടുകയും ഗവൺമെന്റ് അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് ആണ്. നോക്കാം. If the firm wants to maximize profit in short run, it would charge high price, and if it wants to capture maximum market share for its product, it would charge only a low price. അതായത് if the firm wants to maximize profit in short run, അതായത് ഷോർട്ട് റൺ കുറഞ്ഞ കാലത്തിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യണം? ഹൈ പ്രൈസ് ചാർജ് ചെയ്യണം. And if it wants to capture maximum market share for its products, നേരെ മറിച്ച് മാക്സിമം പ്രോഫിറ്റിന് പകരം മാക്സിമം മാർക്കറ്റ് ഷെയർ ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ it would charge only a low price. എങ്ങനെ പ്രൈസ് ഈടാക്കാവുള്ളൂ? കുറഞ്ഞ പ്രൈസിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ? പ്രോഫിറ്റ് ആണ് മാക്സിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈ പ്രൈസ് ഇടേണ്ടി വരും. മാക്സിമം മാർക്കറ്റ് ഷെയർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോ പ്രൈസ് ഈടാക്കേണ്ടി വരും. പാഠഭാഗത്തേക്ക് പോകാം. പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് കണ്ടോ, ഇത്
ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുക മാക്സിമൈസ് പ്രോഫിറ്റ്, അതായത് പരമാവധി ലാഭം എന്ന ലക്ഷ്യമാണ് എങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ മാക്സിമൈസ് പ്രോഫിറ്റ് ഇതൊരു ഹെഡിങ് ആയിട്ട് 1 എന്ന് റൗണ്ട് ചെയ്യുക. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. If the firm decides to maximize profit in short run, it would tend to charge maximum price for its products. അതായത് ഹ്രസ്വകാലത്തിനുള്ളിൽ പരമാവധി ലാഭം ലക്ഷ്യമിടുന്നു എങ്കിൽ, അതായത് ചുരുങ്ങിയ നാളുകൊണ്ട് കൂടുതൽ ലാഭമാണ് നേടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് കൂടിയ വില ഈടാക്കാൻ ശ്രമിക്കും. ക്ലിയർ? ബട്ട് ഇഫ് ഇറ്റ് ഈസ് to maximize its total profit in the long run, it would opt for a lower per unit price so that it can capture larger share of the market and earn greater profits to increase the sale. ഇനി നേരെ മറിച്ച് ദീർഘകാലത്തിലാണ് പരമാവധി ലാഭം ലക്ഷ്യമിടുന്നത് എങ്കിൽ ഒരു യൂണിറ്റ് ഉൽപ്പന്നത്തിന് കുറഞ്ഞ വില ഈടാക്കുകയും അതുവഴി കൂടുതൽ വിപണി വിഹിതം നേടാനും വിൽപ്പന വർധനയിലൂടെ ഉയർന്ന ലാഭം സമ്പാദിക്കാനുമായിരിക്കും ആ സ്ഥാപനം ശ്രമിക്കുക. മനസ്സിലായില്ലേ? അതായത് മാക്സിമൈസ് പ്രോഫിറ്റ് ആണ് ലക്ഷ്യമെങ്കിൽ മാക്സിമം പ്രൈസ് അവിടെ ചാർജ് ചെയ്ത് പ്രോഡക്റ്റ് ഇറക്കും. ഇനി അതല്ല, ഈ മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് ലോങ് റണ്ണിൽ കിട്ടിയാൽ മതിയെങ്കിൽ, അതായത് ഷോർട്ട് റണ്ണിൽ ലാഭം കൊയ്യണമെങ്കിൽ ഹൈ പ്രൈസ് ഈടാക്കണം. ലോങ് റണ്ണിലേക്കാണ് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അവിടെ ലാർജ് ഷെയർ, മാർക്കറ്റ് ഷെയർ, കൂടുതൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ കൂടുതൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറഞ്ഞ വിലയിൽ വേണം പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, എന്നിട്ട് പയ്യാണ് അതിന്റെ വില കൂട്ടേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ഉദ്ദേശിക്കുന്നെങ്കിൽ ലോവർ പെർ യൂണിറ്റ് പ്രൈസ് ഇടുക. ഒരു യൂണിറ്റിന് ഏറ്റവും കുറഞ്ഞ വില ഇട്ട് വേണം നമ്മൾ വിപണിയിൽ ഇറക്കാൻ. അങ്ങനെ കുറഞ്ഞ വില ഇടുമ്പോൾ ഒരുപാട് ആവശ്യക്കാർ വരികയും നമുക്ക് കൂടുതൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനും അങ്ങനെ ഭാവിയിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു പ്രൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് സെപ്പറേറ്റ് ചോദിക്കാൻ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഉൾപ്പെടെ നമ്പർ ഇട്ട് നിങ്ങൾ എഴുതിക്കോളാം. 1 മാക്സിമൈസ് ദ പ്രോഫിറ്റ്, അപ്പൊ ഇവിടെ 2 കൊടുക്കുക. അപ്പൊ ഈ മാക്സിമൈസ് പ്രോഫിറ്റ് മാത്രമല്ല പ്രൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അതുപോലെ വേറെയും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് 2 ഒബ്റ്റൈനിങ് മാർക്കറ്റ് ഷെയർ ലീഡർഷിപ്പ്, അതായത് എന്താണ്? വിപണി വിഹിതത്തില് മുൻപന്തിയിൽ എത്തുക, ലീഡർഷിപ്പ് അറ്റൈൻ ചെയ്യുക, മാർക്കറ്റ് ഷെയർ. If a firm objective is to obtain larger share of the market, it will keep the price of its product at lower levels so that greater number of people are attracted to purchase the product. നമ്മൾ പറഞ്ഞത് തന്നെ, അതായത് ഒരു സ്ഥാപനം പ്രാഥമികമായിട്ടും ഉയർന്ന വിപണി വിഹിതമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ തീർച്ചയായും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പൊ എന്ത് പറ്റും? അതുവഴി കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും കൂടുതൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനും സാധിക്കും. അപ്പൊ മാർക്കറ്റ് ഷെയർ ലീഡ് ചെയ്യണമെങ്കിൽ, കൂടുതൽ മാർക്കറ്റ് ഷെയർ നേടണമെങ്കിൽ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം? ലോവർ ലെവലിൽ ഫിക്സ് ചെയ്യണം. ക്ലിയർ? ഇനി അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവൈവിംഗ് ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, മത്സരാധിഷ്ഠിത വിപണിയിൽ നിലനിൽക്കണം. കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആയിരിക്കും, അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. ഇഫ് എ ഫേം ഈസ് ഫേസിംഗ് ഡിഫിക്കൽട്ടീസ് ഇൻ സർവൈവിംഗ് ഇൻ ദി മാർക്കറ്റ് ബിക്കോസ് ഓഫ് ഇന്റൻസ് കോമ്പറ്റീഷൻ, ഇറ്റ് മേ റിസോർട്ട് ടു discontinuing its products or running a promotion campaign to liquidate its stock. അതായത് ഒരു സ്ഥാപനം വിപണിയിലെ കടുത്ത മത്സരം മൂലമോ കൂടുതൽ കാര്യക്ഷമമായ ഉൽപ്പന്നങ്ങൾ എതിരാളികൾ വിപണിയിൽ ഇറക്കുന്നത് മൂലമോ നിലനിൽപ്പിനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നു എങ്കിൽ കൂടുതൽ വിലക്കിഴിവിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് കാലിയാക്കുന്നതിനായി സെയിൽസ് പ്രൊമോഷൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിൽപ്പന വർധക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ് എങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ ഉൽപ്പന്നം വിറ്റുപോകാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ് എങ്കിൽ എങ്ങനെ വേണം നമ്മൾ ട്രൈ ചെയ്യാൻ? നമ്മൾ കൂടുതൽ വിലക്കിഴിവ്, ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട്, കൂടുതൽ ഓഫർ കൊടുത്തുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് അവിടെ ഇരുന്നു പോകും. അല്ലെങ്കിൽ മറ്റു സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ നമ്മളവിടെ അഡോപ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ്, അങ്ങനെയാണ് മത്സരാധിഷ്ഠിത വിപണിയിൽ നമുക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അറ്റൈനിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ്.
അതായത് ഉൽപ്പന്ന ഗുണമേന്മ നേതൃത്വം കരസ്ഥമാക്കുക, പ്രോഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ് നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇൻ ദിസ് കേസ് നോർമലി ഹയർ പ്രൈസസ് ആർ ചാർജ്ഡ് ടു കവർ ഹൈ ക്വാളിറ്റി ആൻഡ് ഹൈ കോസ്റ്റ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു സാഹചര്യത്തില് ഉയർന്ന ഗുണമേന്മ ചെലവുകളും ഗവേഷണ വികസന പ്രവർത്തനങ്ങളുടെ ചെലവുകളും ഈടാക്കുന്നതിനായി സാധാരണ ഉയർന്ന വില ഈടാക്കേണ്ടി വരും. അപ്പം പ്രോഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ് കിട്ടണമെങ്കിൽ നമുക്കറിയാം, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ അവിടെ ഒരുപാട് റിസർച്ച് ഡെവലപ്മെന്റ് വർക്കുകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ കോസ്റ്റ് ഒക്കെ കവർ ചെയ്യണം. അപ്പൊ അങ്ങനെ ആ ഒരു കോസ്റ്റ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ നോർമലി അതിന് ഹൈ പ്രൈസ് ഈടാക്കേണ്ടതായിട്ട് വരും. അറ്റൈനിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ് ആണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Thus, the price of a firm's products and service is affected by the pricing objective of the firm. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തില് സ്ഥാപനത്തിന്റെ വില നിർണയ ലക്ഷ്യം അതിന്റെ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ സേവനത്തിന്റെ വിലയെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഒരു ഫാക്ടറും കൂടി ഉണ്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ്. അതായത് യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് മെത്തേഡ്സ്. പ്രൈസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Price fixation is also affected by various elements like distribution system, advertising, sales promotion, type of packaging, credit facilities, after sales service, guarantee, etc. ഇത്രയും നേരം പറഞ്ഞത് കൂടാതെ ഇതുപോലെ നമ്മൾ ഡിഫറെന്റ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വിറ്റഴിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർടൈസിംഗ് മെത്തേഡ്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ, ഉപയോഗിക്കുന്ന പാക്കേജിങ്, നമ്മൾ ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, നമ്മൾ നൽകുന്ന ആഫ്റ്റർ സെയിൽസ് സർവീസ്, ഗ്യാരണ്ടി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വില നിർണ്ണയിക്കുന്നതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയാണ് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ് എന്ന ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോക്കുക, പ്രൈസ് ഫിക്സേഷൻ പ്രോസസ് ഈസ് ഓൾസോ അഫക്റ്റഡ് ബൈ അതർ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് സച്ച് ആസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ക്വാളിറ്റി ഓഫ് സെയിൽസ്മെൻ എംപ്ലോയ്ഡ്, quality and amount of advertising, sales promotion efforts, the type of packaging, product differentiation, credit facility and customer services provided. ഉൽപ്പന്നങ്ങളുടെ വിതരണ രീതികൾ, നിയോഗിക്കുന്ന വിൽപ്പനക്കാരുടെ യോഗ്യതകളും നിലവാരവും, നൽകുന്ന പരസ്യങ്ങളുടെ ഗുണനിലവാരവും ചെലവും, വിൽപ്പന വർദ്ധക പ്രവർത്തനങ്ങൾ, പാക്കേജിംഗിന്റെ തരം, ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്തത, വായ്പാ സൗകര്യങ്ങൾ, നൽകുന്ന ഉപഭോക്തൃ സേവനങ്ങൾ തുടങ്ങിയ മറ്റു പല ഘടകങ്ങളും വില നിർണ്ണയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഉൽപ്പന്നങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ, അപ്പൊ നമ്മൾ പോയി മേടിക്കല്ല, നമുക്ക് വീട്ടിൽ എത്തിച്ചു തരുമെങ്കിൽ അതിന്റെ വിലയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അവർ ഏർപ്പെടുത്തും. കാരണം അവർ നമ്മൾ വാങ്ങിച്ച സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവയൊക്കെയാണ് വേരിയസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രൈസിംഗിന്റെ മീനിങ് എന്താണെന്നും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഡിറ്റർമിനേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ വരെ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഭംഗിയായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.